ഒറ്റയ്ക്ക് ചെന്ന് കർത്താവ് പറയുന്നുണ്ട്, ഒറ്റയാളെ എന്ന പോലെ നീ അവരെല്ലാം സംഹരിക്കും. നിന്റെ ശത്രുക്കൾ ആയിരക്കണക്കിന്, പക്ഷേ നീ ഒരൊറ്റയാളെ എന്ന പോലെ അവരെല്ലാം തോൽപ്പിച്ചോടിക്കും. കാരണം നിന്റെ കൂടെ ആരാ ഉള്ളേ? ഞാനാണ് അയക്കുന്നത്. അധികാരി, കർത്താവ്, ലോർഡ് കിരിയോസ് അദോനായി, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ സർവ്വ അധികാരമുള്ള എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെ വരുന്നത്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം എല്ലാ കാര്യത്തിലും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു ജോലിക്കൊക്കെ പോകുമ്പോൾ, ഒരു ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ, എന്ത് കാര്യം, നിങ്ങളുടെ കുടുംബം ഒരു തീരുമാനം എടുക്കുന്നു, വീട് പണിയാൻ പോകുന്നു, എന്തുമാട്ടെ, ആത്മീയ ഭൗതികമായ കാര്യമാട്ടെ, ആദ്യം ഈ ബോധം ഉള്ളിൽ നിറയണം. ആരാ അയക്കുന്നത്? കർത്താവാണ് എന്നെ അയക്കുന്നത്. എൻ്റെ കൂടെ കർത്താവുണ്ടെന്നുള്ള ബോധ്യത്തിലേ നിങ്ങൾ ഇറങ്ങാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇത്രയും പഠിത്തം ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും വലിയ പാരമ്പര്യങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ ഇതിനെക്കാട്ടും വലുത് ചാടിക്കടന്ന KK ജോസഫാണ് ഞാൻ, KK ജോസഫ് അവിടെ മിണ്ണാക്കി നിന്നോണ്ടിരിക്കത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും. ഒന്നും ഓർക്കണ്ട, നമ്മൾ കാണിച്ചു കൂട്ടിയ, നമ്മൾ മേടിച്ചെടുത്തത്, നമ്മൾ നേടിയെടുത്തത്, നമ്മുടെ പൈതൃകങ്ങൾ ഒന്നും ഓർക്കണ്ട.